നമ്മുടെ അടുത്ത ചാപ്റ്റർ ഏതാണ്? കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. ആറാമത്തെ ചാപ്റ്റർ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുമ്പോൾ മൊത്തം പക്ക ഒരു തിയറി ചാപ്റ്ററാണ്. വൺ വേർഡ്സ് മറ്റേ MCQs ഒരുപാട് വരുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ സോഫ്റ്റ്വെയറിനെ മെയിനായിട്ട് ഇപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ എന്താണ്? സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ എന്താണ്? ഓക്കെ, ഞാൻ ഒരു സിസ്റ്റം വാങ്ങിച്ചു, ഞാനൊരു മോണിറ്റർ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു. ഒരു കമ്പ്യൂട്ടർ നമ്മളിപ്പോൾ കടയിൽ പോയൊരു ലാപ്ടോപ്പൊക്കെ അവരിപ്പോൾ ഇൻബിൾട്ടാണ്. ബട്ട് അല്ലാണ്ട് ഇപ്പോൾ മുമ്പത്തെ ഒരു രീതിയിലായിരുന്നെങ്കിൽ ഞാൻ പോയൊരു മോണിറ്റർ ആയിരിക്കും വാങ്ങിക്കുന്നത്. ഒരു മോണിറ്റർ, ഒരു CPU എല്ലാം സെപ്പറേറ്റ് വാങ്ങിക്കുന്നു. അതിനകത്ത് എന്താണ്, ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും കാണത്തില്ല, ജസ്റ്റ് ഒന്ന് ഓണാവും, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. തമ്മി ഒരു വാങ്ങിച്ചു വെച്ചു എന്നുള്ളതേ ഉള്ളൂ, പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. അപ്പോൾ നമുക്കിതിനകത്ത് ഓരോ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ തമ്മിലൊരു മീൻസ് ഞാൻ പറയുന്നത് ആ സാധനത്തിന് മനസ്സിലാവണം, അതിന് അവർ ആ കമ്പ്യൂട്ടർ തിരിച്ച് പറയുന്നത് എനിക്ക് മനസ്സിലാവണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരു ഇൻ്റർമീഡിയറ്റ് വേണം. അതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ശരിക്കും പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ട് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ. ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മുടെ യൂസറും കമ്പ്യൂട്ടറും തമ്മിലൊരു ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആക്ച്വലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഒരു സോഫ്റ്റ്വെയർ തന്നെ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരാൾ കോഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ വിൻഡോസ് 10 അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിൻഡോസിൻ്റെ ലേറ്റസ്റ്റ് വിൻഡോസ് 11 ആണ്. വിൻഡോസ് 11 എന്ന് പറയുന്നത് ഒരാൾ കോഡ് ചെയ്ത് ഉണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ അതൊരു സോഫ്റ്റ്വെയറാണ്. ഓക്കെ, അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ നമുക്കിപ്പം മിക്കവാറും ഈ സോഫ്റ്റ്വെയർ അങ്ങനെ ചോദിക്കാറില്ല. നമുക്ക് ചോദിക്കുന്നെങ്കിൽ OS ആയിരിക്കും ചോദിക്കുന്നത്. ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നമ്മൾ സോഫ്റ്റ്വെയറിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒന്നെന്ന് പറഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിട്ടും രണ്ടാമത്തെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയും. എന്നുവെച്ചാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? നമ്മുടെ ഏതൊക്കെയാണ്? കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ഏറ്റവും മാൻഡേറ്ററി ആയിട്ട് വരുന്ന സാധനങ്ങൾ. എക്സാമ്പിൾ, ഏറ്റവും ബേസിക്സ് ആണ് ഞാൻ പറഞ്ഞതാണ്. ഒന്നാമത്തേന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാണ്ട് നമുക്കൊരു പരിപാടി ഒന്നെങ്കിൽ വിൻഡോസിലോട്ട് മാറുക, അല്ലെങ്കിൽ ഉബുണ്ടുവിലോട്ടോ, അല്ലെങ്കിൽ ഉബുണ്ടു അല്ലല്ലോ ലിനക്സിലേക്ക് മാറുക. അല്ലെങ്കിൽ മറ്റേ മാക് ഉണ്ട്, ആപ്പിളിൻ്റെത് മാക് OS ഉണ്ട്. അല്ലെങ്കിൽ വേറെ സിംബിയൻ എന്നൊക്കെ പറയുന്ന ഫ്രീ OSകളൊക്കെ ഉണ്ട്. SIMBIAN, സിംബിയൻ എന്ന് പറയുന്ന ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ വിൻഡോസ് പെയ്ഡാണ്, മാക് പെയ്ഡാണ്, ലിനക്സ് ഫ്രീ ആണ്. അതുപോലെ സിംബിയനൊക്കെ വേറെ OSകളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും OS ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഉപയോഗിക്കാൻ പറ്റൂ. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ആൻ അത്യാവശ്യം വേണ്ടുന്ന സാധനം. എന്താണെന്ന് വെച്ചാൽ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ദ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ MS DOS, മൈക്രോസോഫ്റ്റിൻ്റെ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡോസിൻ്റെ ഫുൾ ഫോം ഒക്കെ പഠിച്ചിരിക്കുന്ന ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിൻഡോസ് XP 2098. ഇപ്പോൾ ഏതാണ്? വിൻഡോസ് 8 ഉണ്ടായിരുന്നു, 8.1 ഉണ്ടായിരുന്നു, വിൻഡോസ് 7 ഉണ്ടായിരുന്നു, 8.1 പിന്നെ 10, ഇപ്പോൾ 11 ആണ് ലേറ്റസ്റ്റ് വന്ന് നിൽക്കുന്നത്. പിന്നെ യൂണിക്സ് കഴിഞ്ഞാൽ പിന്നെ ലിനക്സ് ഉണ്ട്, പിന്നെ മാക് OS ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആക്ട് ആസ് എൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ നമ്മൾ യൂസറും കമ്പ്യൂട്ടറും. പിന്നെ വരുന്ന സാധനമാണ് ബയോസ് എന്ന് പറയുന്നത്. ബയോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ഒരുവിധം എല്ലാ എക്സാമിനും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന സാധനമാണ് ബയോസ്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റം ബയോസ് എന്ന് പറയാം, അല്ലെങ്കിൽ വെറുതെ ബയോസ് എന്ന് പറഞ്ഞാൽ മതി. ബയോസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ബയോസിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ ഓണാക്കുന്ന സമയത്ത്, കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത്, പവർ ഓണാക്കുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ആദ്യമേ ഒന്ന് ചെക്ക് ചെയ്യും. നമ്മുടെ ബൂട്ടിങ്ങിൻ്റെ സമയത്ത് അവിടെ ബൂട്ടിങ്ങിൻ്റെ സമയത്ത് ബയോസാണ് എന്ത് ചെയ്യുന്നത്? നമുക്കതിനകത്തുള്ള ഏതാണ് നമ്മുടെ റാം, മീൻസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഓൺ ആവത്തുള്ളൂ. റാം വേണം, ഹാർഡ് ഡിസ്ക് വേണം. CD ഡ്രൈവ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവസാനം ഓടാക്കിയോളും. നമ്മുടെ എല്ലാ സിസ്റ്റത്തിലും നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ വെച്ചാൽ മതി. ഇപ്പോൾ എൻ്റെ അതിനകത്ത് CD ഡ്രൈവ് ഒന്നുമില്ല. അപ്പോൾ CD ഡ്രൈവ്, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാർഡ്,
വിഷ്വലി കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാർഡൊക്കെ വേണം, ഗ്രാഫിക്സ് കാർഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേ കാർഡ്. പിന്നെ ബാക്കി നമ്മുടെ മൗസ് കീബോർഡ് സാധനങ്ങൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള അനുബന്ധ സാധനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ല എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ആരാണ്? ബയോസ് ആണ്. ശരി, അപ്പം അതവിടെ നിൽക്കട്ടെ. നമ്മുടെ ഒന്നാമത്തെ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഒന്നാമത്തെ എക്സാമ്പിൾ ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് ഡിവൈസ് ഡ്രൈവർ. പക്ഷേ സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേറെ സാധനം ഉണ്ടായിരുന്നടാ, അതെവിടെ നിന്നെങ്കിലും കിട്ടുമേ. അതിനകത്തൊരു വേറെ എക്സാമ്പിളും കൂടെ ഉണ്ടായിരുന്നു. ഇതല്ല, ഇതിനകത്തൊരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, അത് തന്നെ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കറക്റ്റ് വന്നേക്കിനകത്ത് ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് വരുന്ന സാധനങ്ങളെന്ന് പറയുന്നത്, ഓക്കെ, സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് ഒഫീഷ്യലി ഇതിനകത്ത് ഇപ്പോൾ പല രീതിയിൽ കിടക്കുന്നു. ബട്ട് എന്നാലും നമുക്കൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മൾ പറഞ്ഞു, സിസ്റ്റം സോഫ്റ്റ്വെയർ പറഞ്ഞു, സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് ശരിക്കും നമുക്കൊരു ഒഫീഷ്യലി പറയാനാണെങ്കിൽ ഒന്നാമത് വരുന്ന സാധനം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നതെന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് പിന്നെ വരുന്നത്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ശരിക്കും പറഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ എന്താ വരുന്നത്? മൂന്നാമത്തെ എന്ന് പറയുന്നത് ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററാണ് വരുന്നത്. പിന്നെ നാലാമത് നമുക്ക് വേണമെങ്കിൽ ഡ്രൈവർ സോഫ്റ്റ്വെയർ പറയാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നതെന്നുള്ള ഓർത്താൽ മതി. ഡ്രൈവർ സോഫ്റ്റ്വെയർ, ഓക്കെ. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. ഇനി എന്താ ഉള്ളത്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്, മീൻസ് നമ്മുടെ അത്യാവശ്യമല്ല എന്നാലും കുറച്ച് ആവശ്യങ്ങൾക്ക്, മീൻസ് എന്തായാലും അത്യാവശ്യമായിട്ട് കമ്പ്യൂട്ടറിന് ആവശ്യമുണ്ട്, ഭയങ്കര ആയിട്ടല്ലെങ്കിലും എന്നാലും ഇതും ആവശ്യമുള്ള സാധനം തന്നെയാണ്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ കംപ്രഷൻ ടൂൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചില ഫയലുകളൊക്കെ എന്തായിരിക്കും, നല്ല സൈസായിരിക്കും. അപ്പോൾ നമ്മൾ കംപ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസിനെയാണ് കംപ്രഷൻ ടൂൾസ് എന്ന് പറഞ്ഞ എക്സാമ്പിൾ. ജസ്റ്റ് നോക്കിയാൽ അത് കാണാതെ പഠിക്കാൻ നിൽക്കേണ്ട. വല്ല ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് മാത്രം പഠിച്ചു പോയാൽ മതി, ഇതൊന്നും നോക്കി വയ്ക്കേണ്ട ആവശ്യമില്ല. കംപ്രഷൻ ടൂൾസ് എന്ന് വെച്ചാൽ ഡിസ്ക് സൈസ്, ഒരു ഫയലിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ശരിക്കും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പല പർപ്പസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ മിക്കവാറും കടയിൽ പോയി കഴിഞ്ഞാൽ നോക്കിയാൽ മനസ്സിലാവും 1 TB HDD 1 TB ഹാർഡ് ഡിസ്ക് ആയിരിക്കും അതുള്ളത്. അല്ലെങ്കിൽ 1 TB SSD ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഫാസ്റ്റാണ്, നല്ല. ഇപ്പോൾ എല്ലാവരും SSDയിലോട്ടാണ് പ്രിഫർ ചെയ്യുന്നത്. HDD ഇപ്പോൾ അധികം ആരും ഉപയോഗിക്കുന്നില്ല, പക്ഷേ എന്നാലും നല്ല റേറ്റാണ്, നല്ല. സോ HD ഹാർഡ് ഡിസ്ക് ഡ്രൈവും, SSDൻ്റെ ഫുൾ ഫോം എന്തായിരുന്നു? SSDൻ്റെ ഫുൾ ഫോം ഞാൻ മറന്നു, ചെക്ക് ചെയ്തിരുന്നാൽ മതി, എക്സാമിനുള്ള സാധനമാണ് SSDൻ്റെ ഫുൾ ഫോം. HD എന്ന് പറയുമ്പോൾ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, SSDൻ്റെ ഫുൾ ഫോം നോക്കിയാലേ അറിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ SSD ആണ് ഇപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ 1 TB SSD എന്നായിരിക്കും കാണിക്കുന്നത്. പക്ഷേ അത് എങ്ങനെയായിരിക്കും? ഇതെല്ലാം കൂടെ കയറി എവിടെയായിരിക്കും കിടക്കുന്നത്? C ഡ്രൈവിനകത്തോട്ടായിരിക്കും കിടക്കുന്നത്. ഇപ്പം നമ്മുടെ PC നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, പല ഡ്രൈവ് ഉണ്ടല്ലേ, C ഡ്രൈവ്, D ഡ്രൈവ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എത്രയായിരുന്നു? ഇതിനകത്ത് ഇപ്പോൾ കിടക്കുന്നത് 125ൻ്റെ SSD ആണ് കിടക്കുന്നത്. ഇപ്പോൾ 125 ഉണ്ടെങ്കിൽ ഫുള്ള് കിട്ടത്തില്ല, അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ. ഇപ്പോൾ ഫോണിനകത്ത് നമ്മളിപ്പോൾ 64 GB ഫോൺ വാങ്ങിച്ചാലും കുറേ അവരുടെ ഒരു ഫയൽ യൂസ് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം നമുക്ക് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെയാണ്. അപ്പം ആ 125 GB എന്തിൽ തന്നെ ഉള്ളത്? C ഡ്രൈവിൽ തന്നെ ഉള്ളത്. അപ്പോൾ 125 ആയിട്ട് നമ്മളിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. എത്രയാണ് ഇപ്പോൾ 1 TB ഇട്ടാൽ ഇത്രയും നമുക്ക് ശരിക്കും കിട്ടത്തുള്ളൂ. ബാക്കി ഏകദേശം ഒരു 100 MB. 1 TB എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 1 TB എന്ന് പറയുമ്പം 1024 GB ആണ് 1 TB എന്ന് പറയുന്നത്. 1024 931 നമ്മുടെ കയ്യിൽ കിട്ടത്തുള്ളൂ. അതോടെ കുഴപ്പമില്ല, ഇപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെ എനിക്കൊരിപ്പോൾ സപ്പോസ് അപ്പോൾ ഇങ്ങനെ എനിക്ക് സപ്പോസ് ഇതെന്തല്ല, ഇപ്പോൾ ഒരു 1 TBൻ്റെ ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ എനിക്കിത് മൊത്തത്തിൽ സീലായിരിക്കും കിടക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ, ഈ വൈറസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം, ആ ഡ്രൈവ് മൊത്തത്തിലങ്ങ് അടിച്ചു. ഒരു 1 TBൻ്റെ ഒരു ഫുള്ളായിട്ട് നമ്മളിപ്പോൾ C ഡ്രൈവിൽ മൊത്തത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വൈറസ് അങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ C ഡ്രൈവ് എന്തായിരിക്കും? C ഡ്രൈവ് പേര് കണ്ടായിരുന്നല്ലോ, അവിടെ പോയാത് ഇതെവിടെ? ലോക്കൽ ഡിസ്ക് C ഡ്രൈവ്, D ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞാൽ കിടക്കുന്നത്. അതിൽ C ഡ്രൈവിൻ്റെ പേര് ലോക്കൽ ഡിസ്ക് C എന്നാണ് പറയപ്പെടുന്നത്. ബാക്കിയെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താണ്, അപ്പോൾ C ഡ്രൈവ്, അതുപോലെ തന്നെ എന്താണ്, C ഡ്രൈവിലായിരിക്കും നമ്മുടെ 1 TBയും ഫുള്ളായിട്ട് കിടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മൊത്തത്തിൽ ഡ്രൈവിന് കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യും.
ഇതിനെ ഒരു 125 GB 125ൻ്റെ ഒരു 5 പാർട്ടായിട്ട് അങ്ങ് നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. 125 അങ്ങനെ ആയില്ലല്ലേ, എന്നാൽ 250 256 വരുന്നത്. 1 TB ഞാൻ പറഞ്ഞു 1024 GB ആണ്. അപ്പം 256ൻ്റെ 4 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഒരു ഫയലിനകത്ത് എന്തെങ്കിലും ഒന്നൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ മറ്റേ ഡ്രൈവുകളെ അഫക്റ്റ് ചെയ്യത്തില്ല. ഇതിന് ഈ ഒരു നമ്മുടെ ടോട്ടൽ അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആളിനെ പറയുന്ന പേരാണ് ഡിസ്ക് ഫ്രാഗ്മെൻറ്റർ അല്ലെങ്കിൽ ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ എന്ന് പറയും. ഓക്കെ, എന്തിനാണ് ഒരെണ്ണം നമ്മൾ പല ലൊക്കേഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പല പാർട്ടായിട്ട്, ഒരു ഫുൾ 1 TB സ്റ്റോറേജിനെ നമ്മൾ പല പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കപ്പ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് ഇപ്പോൾ അതിൻ്റെ ഒരു ബേസിക് എക്സാമ്പിൾ, പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയി അല്ലെങ്കിൽ സിസ്റ്റം ഓഫായി, എന്നിട്ട് നമ്മളിപ്പം ഗൂഗിൾ ക്രോമിൽ എന്തെങ്കിലും സെർച്ച് ചെയ്തുകൊണ്ടിരുന്നതായിരിക്കില്ല, വെബ്സൈറ്റിൽ എന്തെങ്കിലും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷേ തിരിച്ച് കറണ്ട് വരുന്നു അല്ലെങ്കിൽ തിരിച്ച് നെറ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിരിക്കും, ആ പഴയ പേജ് നമുക്ക് കിട്ടും. കാരണം ആ ഒരു സാധനം ബാക്കപ്പ് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ബാക്കപ്പ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫയൽ മിസ്സാവാണ്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ബാക്കപ്പ് സോഫ്റ്റ്വെയർ. പിന്നെ എന്ന് വെച്ചാൽ ക്ലീനർ സോഫ്റ്റ്വെയർ. നമ്മുടെ ഇപ്പം ഫോണിനകത്ത് ക്ലീൻ മാസ്റ്ററൊക്കെ മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം അടിച്ചു പോയി, ചൈനയുടെ എല്ലാം പൂട്ടിയപ്പോഴത്തേക്ക് അതൊക്കെ പോയിട്ടുണ്ട്. പണ്ട് കുറേ ക്ലീനിങ് സോഫ്റ്റ്വെയറുകളെന്നൊക്കെ പറഞ്ഞ് സൈസ് കുറയ്ക്കും, ഇതാണ്. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ നമുക്ക് അവാസ്റ്റ് എടുത്ത് വേണ്ട, ഇപ്പോഴത്തേക്കും ആൻറ്റിവൈറസിനകത്തെല്ലാം ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. ആൻറ്റിവൈറസിനകത്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ പാക്കേജൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആൻറ്റിവൈറസിനകത്തും എന്താണ് ഡിസ്ക് ക്ലീനർ ഫീച്ചറൊക്കെ കിടപ്പുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത ഫയൽ നമ്മൾ ശ്രദ്ധിക്കില്ല, അപ്പോൾ അവരത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിങ്ങനെ എടുത്ത് തരും, നിങ്ങൾ ഉപയോഗിക്കാത്തതാണ്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ക്ലീനേഴ്സ്, പിന്നെ എന്തുണ്ട് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ, ഇത് പഠിക്കണം കേട്ടോ. മാക്സിമം കിട്ടുന്ന എല്ലാം നോക്കി വയ്ക്കുക. കാസ്പെർസ്കി, AVG പ്രൊട്ടക്ഷൻ, മക്കാഫെ, അവീര, അവാസ്റ്റ്, നോർട്ടൺ, അങ്ങനെ കുറേ ആൻറ്റിവൈറസുകളുണ്ട്. അപ്പോൾ വൈറസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ല വൈറസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊരു പർപ്പസിൽ വരുന്നത്. പിന്നെ എന്താണ് ടെക്സ്റ്റ് എഡിറ്റർ സോഫ്റ്റ്വെയർ. ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ടെക്സ്റ്റ് എഡിറ്ററിൽ കോമൺ ആയിട്ട് വരുന്ന MS വേർഡ് ശരിക്കും പറഞ്ഞാൽ അത് പൈസ കൊടുത്ത് രണ്ടാമത് ഇട്ടാലേ കിട്ടൂ. ഏതാണ്? നോട്ട് പാഡാണ് ബൈ ഡിഫോൾട്ട് എല്ലാത്തിനകത്തും ഉള്ളത്. നോട്ട് പാഡൊക്കെ വെറുതെ ഡെസ്ക്ടോപ്പിൽ വന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഡെസ്ക്ടോപ്പിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അപ്പോഴേ എന്ത് കിട്ടും, അവിടെ ന്യൂ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് ഇവിടെ എവിടെയെങ്കിലും അതാളകുന്നു, അപ്പോഴേ കിട്ടുമോ ന്യൂ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്. അപ്പോൾ നോട്ട് പാഡൊക്കെയാണ് ഒരു ടെക്സ്റ്റ് എഡിറ്റർ ബൈ ഡിഫോൾട്ട് വരുന്നത്. ഓക്കെ, അതിൽ ഇതൊന്നും ഇല്ലെങ്കിലും മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്താണ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിനകത്ത് മെയിനായിട്ട് വേണ്ടത് കംപ്രഷൻ ടൂൾസ്, ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ, യൂട്ടിലിറ്റി ബാക്കപ്പ് സോഫ്റ്റ്വെയറും ആൻറ്റിവൈറസ്, ഇതാണ് മെയിനായിട്ട് ഓർത്ത് വയ്ക്കേണ്ടുന്നത്. അപ്പോൾ ഏതായി നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ പഠിച്ചുകൊണ്ടിരുന്നത്, അതിനകത്ത് ഏതൊക്കെ പറഞ്ഞു, OS പറഞ്ഞു, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ പറഞ്ഞു. ഇനി അടുത്ത സാധനമാണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്യാമായിരുന്നു. എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് ലോ ലെവൽ ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും. ഓക്കെ, ലോ ലെവൽ ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും. അതിൽ ഹൈ ലെവൽ ലാംഗ്വേജിന് പക്ഷേ ഇത് നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, പക്ഷേ മെഷീന് മനസ്സിലാവുന്ന ഏത് ലാംഗ്വേജ് ആയിരിക്കും? മെഷീൻ ലാംഗ്വേജ് അല്ലേ. കമ്പ്യൂട്ടർ മനസ്സിലാവുന്നത് മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് മാത്രമേ എന്ത് ചെയ്യൂ, കമ്പ്യൂട്ടറിന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇതിനെന്തായാലും ഇപ്പോൾ എങ്ങനെ എഴുതിയാലും തിരിച്ച് ഇവിടെ എത്തിച്ചാലേ കമ്പ്യൂട്ടറിന് കാര്യം മനസ്സിലാവും. ഈ ലോ ലെവൽ ലാംഗ്വേജിനകത്ത് വരുന്നത് ഏതൊക്കെയായിരുന്നു? മെഷീൻ ലാംഗ്വേജും വരും, അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജും വരും, പിന്നെ എന്ത് വരും, അസംബ്ലി ലാംഗ്വേജും വരും. നമുക്ക് ഈ ഇടയ്ക്ക് ഏതൊരു GL എന്തോ ഒരു ന്യൂസ് അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഈ അസംബ്ലി ലാംഗ്വേജ് വെച്ചിട്ട് എന്തോ ഉണ്ടാക്കിയെന്നുള്ളത്, എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അത് അസംബ്ലി ലാംഗ്വേജിലാണ് കോഡ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു ന്യൂസ് വന്നിട്ടുണ്ടെന്ന് ഓർമ്മയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അസംബ്ലി ലാംഗ്വേജും മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് ലോ ലെവൽ ലാംഗ്വേജ് ആണ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ബാക്കിയെല്ലാം ഏതാണ്, നമ്മുടെ പൈതൺ, C++, C, ജാവ എല്ലാം എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ മെഷീൻ ലാംഗ്വേജിൽ തന്നെ നമ്മൾ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, കമ്പ്യൂട്ടറിന് കാര്യം അറിയാം, ഡയറക്റ്റായിട്ട് കമ്പ്യൂട്ടറിന് കാര്യം മനസ്സിലാവും. പക്ഷേ നമുക്കത് പെട്ടെന്ന് 1 0 0 1 ഒക്കെ വെച്ചിട്ട് നമുക്ക് കോഡ് ചെയ്യാൻ നമുക്ക് പാടാണ്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് അസംബ്ലി ലാംഗ്വേജ് ചൂസ് ചെയ്യാം, അതും ബുദ്ധിമുട്ടാണ്, പക്ഷേ മെഷീൻ ലാംഗ്വേജിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജ് എഴുതിയാലും എന്ത് ചെയ്യണം, അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ തിരിച്ച് മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ അപ്പം നമ്മൾ എഴുതുന്ന അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണം. അതേപോലെ തന്നെ
മെഷീൻ തിരിച്ച് അതിന് റിപ്ലൈ ചെയ്യുന്നത് തിരിച്ച് നമുക്ക് അസംബ്ലി ലാംഗ്വേജിലോട്ട് റിപ്ലൈയും കിട്ടണം. അതിന് സഹായിക്കുന്നത് ആരാണ്? ആ ട്രാൻസ്ലേഷന് സഹായിക്കുന്നത് അസംബ്ലറാണ്. ഇനി ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ടല്ലോ, ഹൈ ലെവൽ ലാംഗ്വേജിനെ തിരിച്ച് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാനും അതുപോലെ തിരിച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്ന 2 പേരുണ്ട്. ആരൊക്കെയാണ്? കമ്പൈലറും ഇൻ്റർപ്രറ്ററും. കമ്പൈലറും ഇൻ്റർപ്രറ്ററും. പ്രോസസ് ഫംഗ്ഷൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു കോഡ് ചെയ്തു, ഒരു ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം എന്തെങ്കിലും ഒരു സപ്പോസ് ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം എന്തെങ്കിലും കുറേ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു കോഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ കമ്പൈലറാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പൈലറാണെങ്കിൽ എന്ത് ചെയ്യും? ഈ കോഡിനെ മൊത്തത്തിൽ സ്കാൻ ചെയ്യും. കോഡിനെ ഫുള്ളായിട്ട് എൻറ്റയറായിട്ട് സ്കാൻ ചെയ്തിട്ട് അതിനകത്ത് എവിടെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എല്ലാം പറഞ്ഞു തരും. ലൈൻ 1 മിസ്റ്റേക്ക് ഉണ്ട്, ലൈൻ 7 ഇത്ര പൊസിഷനിലാണെന്നും പറഞ്ഞു തരും. കറക്റ്റ് പറഞ്ഞു തരുവേ. ഇപ്പോൾ ലൈൻ 2-നകത്തുള്ള 5-ാമത്തെ പൊസിഷനിൽ 5-ാമത്തെ ലെറ്റർ 5-ാമത്തെ എന്തായാലും പോട്ടെ, ലൈൻ 2 എററുണ്ട്, ലൈൻ 3 എററുണ്ട്, ലൈൻ 7 എററുണ്ട്, ഇങ്ങനെ എല്ലാം പറഞ്ഞു തരും. ഓക്കെ, ഒരു എൻറ്റയർ മൊത്തത്തിൽ ആ കോഡിനെ ഫുള്ളായിട്ട് സ്കാൻ ചെയ്തിട്ട് ഒരുമിച്ച് അതിൻ്റെ മിസ്റ്റേക്കുകൾ പറഞ്ഞു തരും, നമുക്കത് കറക്റ്റ് ചെയ്യാം. പക്ഷേ ഇൻ്റർപ്രറ്റർ എന്താ ചെയ്യുന്നത്? ഇൻ്റർപ്രറ്റർ എന്ത് ചെയ്യും? അത് ലൈൻ ബൈ ലൈൻ മാത്രമേ ചെക്ക് ചെയ്യത്തുള്ളൂ. ഫസ്റ്റത്തെ ലൈൻ ചെക്ക് ചെയ്യും, അതിനകത്ത് മിസ്റ്റേക്കൊന്നും ഇല്ലെങ്കിൽ അടുത്ത ലൈൻ ചെക്ക് ചെയ്യും, അടുത്ത ലൈൻ ചെക്ക് ചെയ്യും. ഇപ്പം 4-ാമത്തെ വരിയിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതവിടെ സ്റ്റക്കാവും, പിന്നെ ചെയ്യത്തില്ല. 4-ാമത്തത് കറക്റ്റ് ചെയ്താൽ മാത്രമേ പിന്നെ എന്ത് ചെയ്യത്തുള്ളൂ? 5-ാമത്തേലേക്ക് അത് പോകത്തുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ്? അസംബ്ലർ, കമ്പൈലർ, ഇൻ്റർപ്രറ്ററാണ് എന്ത്? നമ്മുടെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററുകൾ. ഓക്കെ, പിന്നെ ഇപ്പോൾ ലിങ്കറും ലോഡറും ഒന്ന് ഓർത്ത് വെച്ചേക്കുന്നതാണ്. ലിങ്കർ എന്ന് പറയുമ്പോഴത്തേക്ക് പർപ്പസ് പേര് പോലെ തന്നെ നോക്കിയാൽ മതി, ലിങ്ക് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പല ഇപ്പോഴേ നമ്മളിപ്പോൾ ഒരു C പ്രോഗ്രാം എഴുതുകയാണ്, അല്ലെങ്കിൽ C++ പ്രോഗ്രാം ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ആ പ്രോഗ്രാമിനകത്ത് കുറേ എന്ത് വരുന്നുണ്ട്? ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലമാണ്. അപ്പോൾ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസൊക്കെ ആവശ്യം വരും നമുക്ക്. സൈന്, കോസ്, ടാന്, സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ, സ്ക്വയർ റൂട്ടൊക്കെ ആവശ്യം വരുന്നൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഞാനത് കോഡ് ചെയ്യുമ്പോൾ എനിക്ക് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് വേണ്ടേ? അപ്പോൾ ഇവിടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫങ്ഷൻസിനെ ഒരു ഫോൾഡറിനകത്താണ് വെച്ചേക്കുന്നത്. ഇവരെ എല്ലാവരെയും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് സി മാത്ത് എന്നും പറഞ്ഞുകൊണ്ട് ഇതിന് നമ്മൾ ലൈബ്രറി എന്ന് പറയും. അപ്പോൾ ഈ ഒരു ലൈബ്രറിക്കകത്താണ് എന്തിരിക്കുന്നത്? മാത്തമാറ്റിക്കൽ അപ്പം എനിക്കിപ്പം റൂട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ SQRT 64 ഇതാണ് എൻ്റെ CPPയിൽ SQRT എന്ന് പറയുന്നത്. SQRT 64 കൊടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 64 കിട്ടും. പക്ഷേ നമ്മുടെ കമ്പൈലറിലെ കമ്പൈൽ ചെയ്യുന്ന കമ്പൈലറിന് SQRT എന്താണെന്ന് മനസ്സിലാവത്തില്ല. അപ്പോൾ SQRT എന്താണെന്ന് അവർ പോയിട്ട് എന്ത് ചെയ്യും? അത് മാത്തമാറ്റിക്കൽ ഫങ്ഷനായതുകൊണ്ട് നമ്മൾ ഡിക്ഷണറി പോയി നോക്കുന്ന പോലെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻ്റെ ഡിക്ഷണറിയാണ് എന്ത്? C മാത്ത്. അപ്പോൾ ഇവർ നമ്മൾ ലിങ്ക് ചെയ്യും, ഹാഷ് ഇൻക്ലൂഡ് C മാത്ത് എന്നും പറഞ്ഞുകൊണ്ട്, ഹാഷ് ഇൻക്ലൂഡ് C മാത്ത് എന്നും പറയും. നമ്മൾ നമ്മുടെ കോഡിനകത്ത് എഴുതി വയ്ക്കും. നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന കോഡിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് ഈ സാധനം എഴുതി വയ്ക്കും. ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനെ സാധനം ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഈ SQRT കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കമ്പൈലർ SQRT എന്താണെന്ന് ഈ C മാത്തിനകത്ത് കയറി നോക്കുമ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ആൻസർ 8 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ലിങ്ക് ചെയ്യാൻ സഹായിക്കുന്നവരാണ് നമ്മുടെ ഒബ്ജക്റ്റ് മോഡ്യൂളുകൾ എന്ന് പറയുമ്പോൾ ഈ ഫങ്ഷൻസും കാര്യങ്ങളും ഒക്കെ അവരെ ലൈബ്രറി ആയിട്ട്, ഇതാണ് നമ്മുടെ ലൈബ്രറി. C മാത്ത് ഉണ്ട്, പിന്നെ IO സ്ട്രീം, പല ലൈബ്രറികളുണ്ട്. C സ്ട്രിങ് ഉണ്ട്, സ്ട്രിങ് ഫങ്ഷൻസിന് C സ്ട്രിങ് പോട്ടെ, അത് പല ഫങ്ഷൻ പോട്ടെ. അപ്പോൾ അങ്ങനെ ലൈബ്രറീസ് ഉണ്ട്. അപ്പോൾ ഈ ലൈബ്രറീസ് കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ആളിനെ എന്ത് ചെയ്യും? അതിനാണ് നമ്മൾ ലിങ്കർ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? ലോഡറുണ്ട്. ലോഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഇത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ് ലോഡർ.
നമ്മുടെ ബൂട്ടിങ്ങിൻ്റെ സമയത്തെ രാവിലെ കമ്പ്യൂട്ടർ ഓൺ ആക്കിയില്ലേ, കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോഴത്തേക്ക് എന്താണ് ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ചെക്ക് ചെയ്യണം. റാം, ഹാർഡ് ഡിസ്ക്, ചവർ സാധനങ്ങളെല്ലാം ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിനെ ലോഡ് ചെയ്ത് കൊണ്ടുവരണം. ആദ്യമേ ഇതൊന്ന് ലോഡ് ചെയ്യണമല്ലോ. നമ്മുടെ എന്താണ് എല്ലാം നമ്മുടെ മെമ്മറിയിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ അങ്ങോട്ട് ലോഡ് ചെയ്യാൻ സഹായിക്കുന്ന ആളിനെയാണ് ലോഡർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്താണ് ദാറ്റ് അവരെ മെമ്മറിയിലേക്ക് അവരെ ലോഡ് ചെയ്യും. നമ്മുടെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് ലോഡ് ചെയ്യാൻ സഹായിക്കുന്നത് ലോഡർ, ലിങ്ക് ചെയ്യാൻ സഹായിക്കുന്നത് ലിങ്കർ. അത് ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും, നോക്കിയാൽ മതി. പിന്നെ എന്താണ്, അപ്പോൾ അത് ഇത്രയാണ് എന്ത് വരുന്നത്, എന്താ പറഞ്ഞില്ലല്ലേ. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറഞ്ഞു, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ പറഞ്ഞു, പിന്നെ എന്താ പറഞ്ഞ മൂന്നാമത്തെ സാധനം എന്തായിരുന്നു, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ പറഞ്ഞു. ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ നാലാമത് വേണമെങ്കിൽ എന്തുകൂടെ പറയാം, ഡിവൈസ് ഡ്രൈവർ പറയാം. ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്നത് ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഒരു പ്രിൻ്റർ വാങ്ങിച്ചു. നമ്മളിപ്പോൾ ഒരു പെൻ ഡ്രൈവ് വാങ്ങിച്ചിട്ട് എന്താ ചെയ്യുന്നത്, പെൻ ഡ്രൈവ് നേരെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുന്നു, സാധനം കോപ്പി ചെയ്യുന്നു, ഇങ്ങോട്ടെടുക്കുന്നു, ഇങ്ങോട്ടെടുക്കുന്നു, തിരിച്ചെടുക്കുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു പ്രിൻ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പ്രിൻ്റർ കൊണ്ടുപോകാൻ നേരെ USB തന്നെയാണ്, വേറെ ഒന്നുമില്ല, നമ്മുടെ USB കേബിൾ തന്നെയാണ്, നേരെ കൊണ്ടുവന്ന് കണക്ട് ചെയ്താൽ മതി. പക്ഷേ കണക്ട് ചെയ്തെന്നും പറഞ്ഞ് പ്രിൻ്റ് വരത്തില്ല. കണക്ട് ചെയ്തിട്ട് പ്രിൻ്റ് കൊടുത്താൽ പ്രിൻ്റ് വരത്തില്ല. അപ്പോൾ എന്ത് വേണം, അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവണം ഇതൊരു പ്രിൻ്ററാണ്, ഇതിൻ്റെ ഫംഗ്ഷൻ ഇങ്ങനെ അപ്പോൾ പ്രിൻ്റ് കൊടുത്ത് ഇങ്ങോട്ടാണ് പോകാനുള്ള ഇതൊക്കെ അത് മനസ്സിലാക്കണം. അപ്പോൾ ഈ പ്രിൻ്ററിനൊരു സോഫ്റ്റ്വെയർ കാണും, പ്രിൻ്ററിൻ്റെ ഇങ്ങനെയൊക്കെയാണ് പ്രിൻ്ററിൻ്റെ ഫങ്ഷൻസ്. അത് എഴുതി വച്ചിരിക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയറിനെ പറയുന്ന പേരാണ് ഡിവൈസ് ഡ്രൈവർ. അപ്പോൾ ഞാൻ ഒരു പ്രിൻ്റർ കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് കാനോണിൻ്റെ M0 M1 എന്തെങ്കിലും പോട്ടെ, M1 ഒരു പ്രിൻ്റർ, കാനോണിൻ്റെ ഒരു പ്രിൻ്റർ, കാനോൺ അല്ലെങ്കിൽ HP-ൻ്റെ ഒരു പ്രിൻ്റർ, ഇത് കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മോഡൽ നമ്പർ കാണും, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്രിൻ്ററിൻ്റെ ഡ്രൈവർ. ചിലപ്പോൾ അത് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതായിരിക്കും, ചിലപ്പോൾ അവരത് കൂടെ നമുക്കൊരു CD അങ്ങനെയായിട്ട് തന്നിടും. അപ്പോൾ അത് കൊണ്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് ആ ഒരു ഡിവൈസ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ. എന്താണ് ഇത്, ഇൻ്റർഫേസ് ബിറ്റ്വീൻ എന്താണ് ഡിവൈസും യൂസറും. എനിക്ക് ആ ഡിവൈസ് ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം, ആ ഡിവൈസിൻ്റെ ഡ്രൈവർ വേണം. ഓക്കെ, കമ്പ്യൂട്ടറിനകത്ത് ഇല്ലാതെ ഇപ്പോൾ എല്ലാത്തിനും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു CD ഡ്രൈവില്ല, നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഒരു CD ഡ്രൈവ് ഉണ്ടെങ്കിൽ CD ഡ്രൈവിൻ്റെ ഒരു ഡ്രൈവർ കാണും. CD ഡ്രൈവിൻ്റെ ഫംഗ്ഷൻ ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഫംഗ്ഷൻ കാണും. അപ്പോൾ ഈ കീബോർഡും മൗസ്, പെൻ ഡ്രൈവ്, അപ്പോൾ ഇതിനൊന്നും എന്തോ ഒരു സോഫ്റ്റ്വെയർ ഇല്ലാത്ത നമ്മളൊന്നും ഇൻസ്റ്റാളൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കീബോർഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നേരെ കൊണ്ടുവന്ന് കണക്ട് ചെയ്താൽ അത് വേറെ ഒന്നും ഇൻസ്റ്റാളൊന്നും ചെയ്യുന്നില്ല. അതെന്തായിരിക്കും, കീബോർഡ്, മൗസ്, പെൻ ഡ്രൈവ് പോലുള്ള സാധനങ്ങളിൽ നമ്മളൊന്നും കണക്ട് ചെയ്യുന്നില്ലല്ലോ, അതൊന്നും ഇൻസ്റ്റാളൊന്നും ചെയ്യുന്നില്ല. ഹലോ ഓക്കെ, ഒന്നും കണക്ട് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഹാർഡ്വെയർ, ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് എന്തുണ്ട്, ഇൻബിൽട്ടായിട്ട് ആ സോഫ്റ്റ്വെയർ ഇട്ടിട്ടുണ്ട്. ആ പെൻ ഡ്രൈവിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻബിൽട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മൗസിനകത്ത് തന്നെ മൗസിൻ്റെ സോഫ്റ്റ്വെയർ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൗസിനകത്തോട്ട്, അല്ലെങ്കിൽ ഒരു മൗസ് പുതിയതായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നോക്കിയത് ഇൻസ്റ്റാളിംഗ് ഡിവൈസ് എന്നും പറഞ്ഞുകൊണ്ട് എഴുതി കാണിക്കും. അതുപോലെ തന്നെ ഒരു കീബോർഡ് കണക്ട് ചെയ്യുമ്പോൾ ഇൻസ്റ്റാളിംഗ് ഡിവൈസ് എന്ന് ആദ്യം ഒന്ന് കാണിക്കും. അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയർ ശരിക്കും പറഞ്ഞാൽ അതിനകത്തോട്ട് ഇൻസ്റ്റാൾ ആവുന്നതാണത്, അതിനകത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ ഇതൊരു ഹാർഡ്വെയർ ആണ്, ആ ഹാർഡ്വെയറിനകത്ത് എന്തുണ്ട്, സോഫ്റ്റ്വെയറും ഉണ്ട്. അപ്പോൾ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറയും ഫേംവെയർ എന്ന് പറയും. ഫേംവെയർ എക്സാമ്പിൾ നമ്മുടെ ട്രാഫിക് സിഗ്നൽ എന്ന് പറയുമ്പോൾ അതൊരു ഫേംവെയറിൻ്റെ എക്സാമ്പിളാണ്. അതിന് പ്രോഗ്രാമും ഉണ്ട്, അതൊരു ഹാർഡ്വെയറുമാണ്. വേണ്ട, നമ്മുടെ മൗസ് കീബോർഡൊക്കെ ഒരു ഫേംവെയർ ആണ്. ഓക്കെ ആണല്ലോ. പ്രിൻ്റർ, മോണിറ്റർ, മൗസ്, കീബോർഡ് എല്ലാത്തിനും ഉണ്ട് ഡ്രൈവർ, അറിയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്, നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമ്മളെ കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പർപ്പസിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ജനറൽ പർപ്പസ് എന്ന് വെച്ചാൽ നാട്ടുകാർക്കെല്ലാം ഉപയോഗിക്കാം.
ജനറൽ പർപ്പസ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ പർപ്പസ്. ഓക്കെ, ജനറൽ പർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്നത് എം എസ് വേർഡ് എനിക്ക് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഉപയോഗിക്കാം, ആർക്കും വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുക ഉപയോഗിക്കുക. അതിൻ്റെ പർപ്പസ് വേർഡ് പ്രോസസ്സിങ് അല്ലെങ്കിൽ വേർഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് എം എസ് വേർഡ്. അതുപോലെ തന്നെ നമ്മുടെ എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മൈക്രോസോഫ്റ്റ് സ്പ്രെഡ്ഷീറ്റോ എക്സൽ. ഓക്കെ, പിന്നെ എന്തുകൊണ്ട് പവർ പോയിൻറ്റ്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് അല്ലേ. ഒരു ഡാറ്റാബേസ് DBMS, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഇതൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കും. മൈക്രോസോഫ്റ്റ് ആക്സസ് മൈക്രോസോഫ്റ്റിൻ്റെയാണ്. പിന്നെ MySQL അല്ലെങ്കിൽ ഓപ്പൺ ഓഫീസ് ബേസ്, കോറൽ പാരഡോക്സ്, ഇതൊക്കെ എന്താണ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയറുകൾ. അപ്പോൾ ഇതൊക്കെ എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളെന്ന് പറയുമ്പോഴത്തേക്ക് കോമൺ ആയിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതാണെന്ന് നോക്കിക്കേ, വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. എക്സാമ്പിൾ പഠിക്കണം. അത് ഇതിൽ നിന്ന് മാത്രമല്ല ക്യൂസുകളിൽ നിന്നും പഠിക്കുക. മൈക്രോസോഫ്റ്റ് വേർഡ് പെർഫെക്റ്റ്, ആപ്പിൾ വർക്ക്, ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഓപ്പൺ ഓഫീസ് മാറി കേട്ടോ. ഇപ്പോൾ അതിൻ്റെ പേര് ലിബ്ര എന്നാണ്. LIBRE ആണോ അല്ലേ, ലിബ്രെ ഓഫീസിൻ്റെ സ്പെല്ലിങ് മറന്നിടന്ന് ചെക്ക് ചെയ്യണം. ലിബ്രെ ഓഫീസ് എന്നാണ് മീൻസ് ഇത് നമ്മുടെ ഉബണ്ടുവിനകത്ത് വരുന്നത്, ലിനക്സിനകത്ത് വരുന്നതാണ്. അതിനകത്ത് നമ്മൾ മൈക്രോസോഫ്റ്റ് വിൻഡോസ് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നതിൽ അവിടെ ലിബ്രെ ഓഫീസ് എന്ന് പറയുന്നത് LIBRE ആണ്. ലിബ്രെ ഓഫീസ്. ഇതാണെങ്കിൽ വിൻഡോസിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞ ഒഫീഷ്യലി വേർഡ് പവർ പോയിൻറ്റ് സാധനങ്ങളെല്ലാം പെയ്ഡ് സാധനമാണ്, കാശ് കൊടുത്ത് ഉപയോഗിക്കേണ്ടുന്ന സാധനമാണ്. പക്ഷേ ഇതെല്ലാം എന്താണ് ഫ്രീ സോഫ്റ്റ്വെയറുകളാണ്. നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വിൻഡോസിനകത്ത് ഉപയോഗിക്കാൻ പറ്റും ഇതൊക്കെ. ലിബ്രെ ഓഫീസ് റൈറ്റർ, ലിബ്രെ ഓഫീസ് കാൽക്ക്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ. ലിബ്രെ ഓഫീസ് അല്ല, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോഴത്തേക്ക് കാൽക്കുലേഷനും കാര്യങ്ങളും എന്താണ് നമ്മുടെ ഇങ്ങനെ റോയിങ് കോളോട്ട് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾ മൈക്രോസോഫ്റ്റിൻ്റെ എക്സൽ, പിന്നെ ഓപ്പൺ ഓഫീസ് കാൽക്ക് മാറി ലിബ്രെ ഓഫീസ് കാൽക്കാണ്. ലോട്ടസ് 1 2 3 ഉണ്ട്, ക്വാട്രോ പ്രോ ഉണ്ട്, കോറൽ ഇങ്ങനെ വേറെ ഏതിൻ്റെങ്കിലും ആയിരിക്കും, എനിക്ക് ഏതിൻ്റെയെന്ന് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ. എക്സാമ്പിൾ നോക്കി വയ്ക്കുക. പിന്നെ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറുകളുണ്ട്. നമ്മുടെ കോമൺ ആയിട്ട് വന്ന മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ്, ഇത് മാറി ലിബ്രെ ഓഫീസ് ഇംപ്രസ്, പിന്നെ ലോട്ടസ്, പിന്നെ അങ്ങനെ ബാക്കി നോക്കുക. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ് ഡാറ്റാബേസ് നമ്മൾ എന്തെങ്കിലും ഡീപ്പായിട്ട് പഠിക്കുക, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നത് ഇനി എന്തെങ്കിലും വരും. മൈക്രോസോഫ്റ്റ് എക്സാമ്പിൾ പഠിക്കുക. MySQL പഠിക്കുക. MySQL ഉണ്ട്, വേറെ ഇഷ്ടം പോലെ മറന്നു കേടാ. ലിബ്രെ ഓഫീസ് ബേസ് ഉണ്ട്. ഇത് ഉബണ്ടുവിൻ്റെത്, ഇത് മൈക്രോസോഫ്റ്റിൻ്റെത്. പിന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം എന്തുവായിരുന്നു, MySQL അല്ലടാ, ഞാൻ വേറെ എന്തൊരു സാധനം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മറന്നുപോയി, പോട്ടെ. ഡെസ്ക്ടോപ്പ് DTP സോഫ്റ്റ്വെയറുകൾ, നമ്മുടെ പ്രിൻറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന അവരുടെ സോഫ്റ്റ്വെയർ ഏതാണ്, കോറൽ ഡ്രാ, അഡോബ് ഇലിസ്ട്രേറ്റർ, ഇത് അഡോബിൻ്റെയാണ്, അഡോബ് ഇലിസ്ട്രേറ്റർ, അഡോബിൻ്റെ പേജ് മേക്കർ, ഇതൊക്കെ എന്താണ് ഡെസ്ക്ടോപ്പ് DTP സോഫ്റ്റ്വെയറുകളാണ്. പിന്നെ നമ്മുടെ ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ, ഫോട്ടോ എഡിറ്റിങ്ങിനും പിക്ചേഴ്സിനൊക്കെ ഉള്ള ഫോട്ടോഷോപ്പ്, പിക്കാസ, മൈക്രോസോഫ്റ്റ് പബ്ലിഷർ, ഇതൊക്കെ. പിന്നെ മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ, വീഡിയോ എഡിറ്റിങ്ങിന്, വീഡിയോ കാണാനൊക്കെ വരുന്ന VLC മീഡിയ പ്ലെയർ, എല്ലാം വേണ്ട, ജസ്റ്റ് ബേസിക് ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി. ബാക്കി ഞാൻ ഇതെല്ലാം ക്യൂസിൽ വരുമ്പോൾ ക്യൂസിൽ നിന്ന് പിക്ക് ചെയ്യുക. കാരണം ഇതൊക്കെ ഭയങ്കര ചവർ എക്സാമ്പിളുകൾ, ഇതൊന്നും നമ്മുടെ എക്സാമിന് വരുന്ന എക്സാമ്പിളൊന്നുമല്ല. അത്യാവശ്യം നാട്ടുകാർക്ക് കണ്ടാൽ മനസ്സിലാവുന്ന എക്സാമ്പിളുകളെ വരത്തുള്ളൂ. അപ്പം ക്യൂസുകളിലൊക്കെ കിട്ടുന്ന എക്സാമ്പിളുകൾ നോക്കുക. അപ്പോൾ ഇതാണ് ജനറൽ പർപ്പസ് വരുന്നത്. സ്പെഷ്യൽ പർപ്പസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് എൻ്റെ മാത്രം ഒരു ആവശ്യത്തിന് ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും, അത് നിങ്ങൾക്ക് ആവശ്യം കാണത്തില്ല. ഇപ്പോൾ ധന്യ സൂപ്പർ മാർക്കറ്റിൽ കയറിക്കഴിഞ്ഞാൽ ധന്യക്കാർക്ക് അവരുടെ ബില്ല് ടാബുലേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് എന്താണ് ധന്യ സൂപ്പർ മാർക്കറ്റിൽ അവർക്കൊരു സോഫ്റ്റ്വെയർ കാണും. ആ സോഫ്റ്റ്വെയർ എനിക്ക് കിട്ടിയിട്ടൊരു ആവശ്യമില്ല, അതെനിക്ക് കിട്ടിയിട്ടൊരു ഉപയോഗവും ഇല്ല. അങ്ങനെ ആ ധന്യയുടെ കൊണ്ടുവന്ന വേറൊരു സൂപ്പർ മാർക്കറ്റ് സോഫ്റ്റ്വെയർ അവർക്ക് കിട്ടിയിട്ടും പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. അതെന്താണ്, അത് അവരുടെ ഒരു ആവശ്യങ്ങൾക്ക് അവരുടെ രീതിയിൽ സ്പെഷ്യലായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നൊരു സാധനമാണ്. ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലെ സോഫ്റ്റ്വെയറിനെയൊക്കെ നമ്മൾ ജനറലായിട്ട് പറയുന്ന പേരാണ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്, തെറ്റിക്കരുത്.
ഓക്കെ. ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ മറ്റേ സാധനം വരിക, സാധനം പോവുക, അങ്ങോട്ടൊരു സ്റ്റോക്ക് എടുക്കുക, സ്റ്റോക്ക് വെക്കുക, പോവുക, കണക്കും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേറോൾ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ പൈസ കൊടുക്കുന്ന, സാലറി ഒക്കെ കൊടുക്കുന്ന ഒരു സിസ്റ്റം. അതിൻ്റെ ഒരു കൊടുത്തു എടുത്തു, അതിൻ്റെ ബാലൻസ് കാണിക്കുന്നു, കറക്റ്റ് GST എത്ര എല്ലാം വരുന്ന അത്. ഇതൊക്കെ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് അവരുണ്ടാക്കിയെടുക്കുന്നതാണ്. ഓക്കെ. എക്സാമ്പിളൊന്നും പഠിക്കുകയൊന്നും വേണ്ട. ഇതിങ്ങനെ ഏതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിളെന്ന് നോക്കിയാൽ മതി. ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം, പേറോൾ മാനേജ്മെൻറ്റ്, റിസർവേഷൻ സിസ്റ്റം. ഇപ്പോൾ നമ്മുടെ എന്താണ് ഓല, ഊബർ, അല്ലെങ്കിൽ വേണ്ട IRCTC വെബ്സൈറ്റ് ട്രെയിൻ ബുക്ക് ചെയ്യാൻ, അല്ലാണ്ട് അതിന് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. റിപ്പോർട്ട് കാർഡ് ജനറേറ്റർ സ്കൂളുകൾക്കൊക്കെ ആവശ്യത്തിന്. അപ്പോൾ ഇത് സ്പെഷ്യൽ പർപ്പസ് സോഫ്റ്റ്വെയറുകൾ. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ബില്ലിംഗ് സിസ്റ്റം. ഇതൊക്കെ അവരുടെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുക. ടാലി എല്ലാവർക്കും ആവശ്യമില്ല അല്ലേ, സ്പെഷ്യൽ പർപ്പസാണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് വരുന്നത്. ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞില്ലേ, എന്തായിരുന്നു ആ സോഫ്റ്റ്വെയർ നമ്മൾ പഠിച്ച കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനകത്ത് വന്നപ്പം സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് OS, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആൻഡ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനകത്ത് ജനറൽ പർപ്പസും സ്പെഷ്യൽ പർപ്പസും. ആൻഡ് ഇനി വരുന്നത് ഓപ്പൺ സോഴ്സാണ്. ഓപ്പൺ സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് അതിൻ്റെ. ഇപ്പോൾ വിൻഡോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമ്മൾ എന്ത് വേണം, പെയ്ഡാണ്, കാശ് കൊടുത്ത് വാങ്ങിക്കണം. ഇത്ര നാളത്തേക്ക് നമ്മൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ലൈഫ് ടൈമാണ്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തായാലും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടുന്നൊരു സാധനമാണ് എന്ത്, വിൻഡോസ് എന്ന് പറയുന്നത്. ഓക്കെ. വിൻഡോസ് അങ്ങനെ പെയ്ഡ് സാധനമാണ്. പക്ഷേ ഓപ്പൺ സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. അത് മാത്രവുമല്ല, എന്താണ്, അവരുടെ കോഡും നമുക്ക് കിട്ടും. അതെങ്ങനെയാണ് അതിൻ്റെ കോഡ് ചെയ്തേക്കുന്നത് എന്നുള്ളതും കിട്ടും. അപ്പോൾ കോഡിങ് അറിയാവുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം, അതിനെ മോഡിഫൈ ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്ത് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ ലിനക്സ് അല്ലെങ്കിൽ ഉബുണ്ടു സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, ലിനക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഫ്രീ സോഫ്റ്റ്വെയറാണ്. പക്ഷേ ഈ ലിനക്സിൻ്റെ ഒരു മോഡിഫൈഡ് വെർഷനാണ് എവിടെ ഉപയോഗിക്കുന്നത്, സ്കൂളുകളിൽ ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ സ്കൂൾ ഉബുണ്ടു എന്ന് പറയും. ഇത് ഒറിജിനൽ ലിനക്സ് അല്ല, അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളും എല്ലാം ഡിഫറെൻറ്റാണ്. ഒന്ന് മോഡിഫൈഡ് വെർഷനാണ് സ്കൂൾ. അതും ഫ്രീ സോഫ്റ്റ്വെയർ തന്നെയാണ്. സ്കൂൾ ഉബുണ്ടു എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് സ്കൂൾ, മറ്റേ നമ്മുടെ എയ്ഡഡ് 10ാം ക്ലാസ്സുള്ള സാധാരണ സ്റ്റേറ്റ് സിലബസിൽ. CBSE ഒക്കെ വിൻഡോസാണ്. ഒക്കെ വിൻഡോസാണ്. അപ്പോൾ ഓപ്പൺ സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. അതിൻ്റെ കോഡും നമുക്ക് കിട്ടും. നമുക്ക് കഴിവുള്ളവനാണെങ്കിൽ അതെന്ത് ചെയ്യാം, കോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഇപ്പം ഹാക്കിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് കാളി ലിനക്സ് എന്ന് പറയുന്നത്. ഇതും എന്താണ്, ലിനക്സ് ആണ്, അതിൻ്റെ ഒരു മോഡിഫൈഡ് വെർഷനാണ്. പിന്നെ ക്രൈറ്റീരിയ ഫോർ ഇതൊന്നും ആവശ്യമൊന്നുമില്ല, ഇട്ടേക്കുക. പിന്നെന്താണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നോക്കാം. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് സോഫ്റ്റ്വെയർ ആർക്കെങ്കിലും ഒരു എന്താണ് നമുക്ക് പബ്ലിഷ് ചെയ്യാം, പക്ഷേ അതിൻ്റെ കോഡ് തരത്തില്ല എന്നേ ഉള്ളൂ. ഓക്കെ. ഉപയോഗിക്കാനൊക്കെ പറ്റും, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആരാണോ അതിൻ്റെ ഉടമസ്ഥൻ അവർ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നുള്ളതാണുള്ളത്. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ നമ്മുടെ വിൻഡോസിന് നമുക്ക് വേണമെങ്കിൽ എന്തൊരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആക്കാം. എന്താണ്, അവർക്ക് കോപ്പിറൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്കത് മോഡിഫൈ ചെയ്യാനോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ അനുവാദം ഒന്നും ഇല്ലാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരെ നമ്മൾ എന്ത് പറയും, പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയും. ഫ്രീ ആയിട്ടുള്ളതിനെ എന്ത് പറയും, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയും. ഓക്കെ. വേറെ ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, വിട്ടേക്കുക. ഇനി എന്താണ് അഡോബ് പേജ് മേക്കർ നമ്മൾ എവിടെ പഠിച്ചതാ, ഡെസ്ക് ടോപ്പ് പബ്ലിഷിങ്ങിൽ പഠിച്ച സാധനമാണ്. ഇത് ഈ ഒരു കാറ്റഗറി ഉള്ള നോക്കിയാൽ അത് ഡെസ്ക് ടോപ്പ് പബ്ലിഷിങ്ങിൻ്റെ എക്സാമ്പിളാണ് എന്ത്, അഡോബിൻ്റെ പേജ് മേക്കർ. നമ്മുടെ ഫ്ലെക്സും ബാനറും ഒക്കെ അടിക്കാൻ സഹായിക്കുന്നൊരു സാധനമാണ് അഡോബ് പേജ് മേക്കർ. അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ബാക്കപ്പ് അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് സോഫ്റ്റ്വെയർ ആവശ്യമില്ല, വിട്ടേക്കുക, വേണ്ട. ഫ്രീ വെയർ പഠിച്ചു വയ്ക്കുക. ഫ്രീ വെയർ എന്ന് പറയുമ്പോഴത്തേക്ക് സാധനത്തിന് കോപ്പിറൈറ്റ് കാണും. ഫ്രീ വെയർ എന്ന് പറയുമ്പോൾ എന്താണ്, അതിനെന്ത് കാണും, കോപ്പിറൈറ്റ് കാണും, പക്ഷേ ഫ്രീ ആയിട്ട് വിട്ടേക്കുക. അതിൻ്റെ എക്സാമ്പിൾ ഉണ്ടായിരുന്നു, ഏതായിരുന്നു, ഫ്രീ വെയറിനൊരു എക്സാമ്പിൾ ഒരു ഉണ്ട്, ആലോചിച്ച് നോക്കട്ടെ. തീർന്നല്ലോ, ബാക്കി ഇത് പറഞ്ഞല്ലോ. ഇത് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു മാക്സിമം എന്ത് ചെയ്യുക, ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം നോക്കുക. ബട്ട് അത് കഴിയുമ്പോൾ സെറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് മറ്റേ എല്ലാം കൂടെ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫ്രീ വെയർ ഒരു ഉണ്ട്, നോക്കട്ടെ. ഫ്രീ വെയർ
ആ ഓക്കെ. അപ്പം ഫ്രീ വെയറും വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ വെയറും ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സും ഫ്രീ ആണ്. പക്ഷേ ഫ്രീ വെയറിനകത്ത് കോഡ് കിട്ടത്തില്ല, ഓപ്പൺ സോഴ്സിനകത്ത് കോഡ് കിട്ടും. ഇതാണ് പ്രശ്നം, അല്ല വ്യത്യാസം. പിന്നെ ഇതുപോലെ തന്നെ വേറെ എന്തുണ്ട്, ഷെയർ വെയർ ഒക്കെ ഉണ്ട്. ഷെയർ വെയർ എന്നും പറഞ്ഞുകൊണ്ടൊരു കാറ്റഗറി വരുന്നുണ്ട്. ഷെയർ വെയർ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു നമ്മുടെ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്, നമ്മുടെ പെയ്ഡ് സാധനമാണ്. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിൻ്റെ അണ്ടറിൽ വരുന്നതാണ് എന്ത്, ഷെയർ വെയർ. അതെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് നാൾ എന്ത് ചെയ്യും, നമ്മളൊരു ചെറിയ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ട്രയൽ പീരീഡൊക്കെ റൺ ചെയ്യാൻ കൊടുക്കും, കുറച്ച് നാളത്തേക്ക് ഫ്രീ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ കൊടുക്കും. ഓക്കെ, പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്ത് കളയും. ഓക്കെ, എന്താണ് ടൈപ്പിങ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്, ടച്ച് ടൈപ്പിങ്, നമ്മുടെ സ്പീഡ് ടൈപ്പ് ചെയ്യാൻ അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു. ഇവിടെ കിടപ്പുണ്ടായിരുന്നല്ലോ, പോയാ ടൈപ്പിംഗ് മാസ്റ്റർ. ഈ സാധനം ഡൗൺലോഡ് ചെയ്യാൻ നല്ല സുഖമായിരുന്നു. ഡൗൺലോഡ് ചെയ്തൊരു ഫ്ലോ ആയിട്ട് വന്നപ്പോഴത്തേക്ക് പോയി. എൻ്റെ ട്രയൽ പീരീഡിൻ്റെ ട്രയലായിരുന്നു അത്. പീരീഡും കഴിഞ്ഞ് പിന്നെ പൈസ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതാണ് ഷെയർ വെയർ വരുന്നത്. പിന്നെ ഇതുമെല്ലാം പറഞ്ഞല്ലോ, ബാക്കി മാക്സിമം ഞാൻ പറഞ്ഞില്ല ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും, ക്വസ്റ്റ്യനിൽ നിന്ന് ലാവിഷായിട്ട് കിട്ടിക്കോളും. ഓക്കെ.